ക്യാൻസർ എന്നാൽ പ്രധാനമായും എന്തെന്നാൽ ഇത് പുറത്തുനിന്നും വരുന്ന അസുഖമല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ നാം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണത്. ക്യാൻസർ കോശങ്ങൾ എന്ന് വിളിക്കുന്നത് എല്ലാവരുടെ ശരീരത്തിലുമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലും ക്യാൻസർ കോശങ്ങളുണ്ട്. അതത്ര അധികമല്ലാത്തതിനാൽ അതൊരു പ്രശ്നമായി മാറുന്നില്ല. ഒരു സാധാരണ കോശത്തിന് എത്ര ഭക്ഷണം വേണമോ അതിന്റെ 50 മടങ്ങ് ഭക്ഷണം ഈ കോശങ്ങൾക്ക് ആവശ്യമാണ്. സമൂഹത്തിലെ കുറ്റവാളികളെ പോലെയാണവർ. കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹമാണ് അവർക്ക്. ഒരു 50 മടങ്ങ് അധികം ഭക്ഷണം അവർക്ക് വേണം. യോഗശാസ്ത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ക്യാൻസർ കോശങ്ങൾ എന്നല്ല വിളിക്കുന്നത്. കുറ്റവാളികളായ കോശങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കുള്ളിൽ തന്നെ കുറ്റവാളികൾ ഉള്ളതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം, നാം ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ഇടയ്ക്കിടെ വ്രതമെടുക്കുകയോ ഉപവാസത്തിൽ ഇരിക്കുകയോ ചെയ്താൽ അവർ സ്വയമേവ മരിക്കും. ഉപവസിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ സാധാരണ കോശങ്ങളെ അപേക്ഷിച്ച് അവർക്ക് 50 മടങ്ങ് ഭക്ഷണം ആവശ്യമാണ്. കുറച്ചു ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഈ ക്യാൻസർ കോശങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് യോഗാശാസ്ത്രത്തിൽ പറയുന്നു. എനിക്ക് ക്യാൻസർ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു, അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് പോകുമോ? ഇത് നാം പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് കുറച്ച് വിശപ്പുണ്ടായി വരുമ്പോൾ ക്യാൻസർ അധികമായി സംഭവിക്കില്ല. എന്തുകൊണ്ടാണ് ക്യാൻസർ ഇത്രയധികം വർദ്ധിക്കുന്നത്? മനുഷ്യന് വിശപ്പുണ്ടാകുന്നതേയില്ല. ഒരുപാട് ആളുകൾ അങ്ങനെയായി. ധാരാളം ഭക്ഷണം കഴിച്ച് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. ബോധമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ പാരമ്പര്യത്തിൽ ഏകാദശിയും അതും ഇതുമെല്ലാം കൊണ്ടുവന്നത്. അങ്ങനെ ഒരു നാൾ ഭക്ഷണം കഴിക്കാതിരിക്കണം. ഇപ്പോൾ അന്നും പലഹാരമാണ് കഴിക്കുന്നത്. ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കണം. ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരത്തിനുള്ളിലെ ഇത്തരം കുറ്റവാളികളെല്ലാം കുറഞ്ഞു പോകുന്നു എന്നതുകൊണ്ടാണ് ഏകാദശി.